Hi students, welcome to Rijwan PSK Tele Classes. I am Srinimol, your physics teacher. Today we are going to discuss a new chapter. It's a very interesting chapter, alternating current AC. Okay. നിങ്ങൾ ഡയറക്റ്റ് കറണ്ടിനെ കുറിച്ച് ഇതുവരെ എല്ലാ ചാപ്റ്ററും ഡയറക്റ്റ് കറണ്ട് സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കറണ്ട് ഏതായിരിക്കും? ഡയറക്റ്റ് കറണ്ട്, സെയിം ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് മാത്രം, അതല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ പോളാരിറ്റി ചേഞ്ച് ചെയ്ത് വരുന്ന കറണ്ടിനെ കുറിച്ച്. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു കറണ്ടാണ് എന്ത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC ജനറേറ്റർ നിങ്ങൾ ഇതിന് തൊട്ട് മുന്നത്തുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ വാട്ട് യു മീൻ ബൈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? എന്താ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. Magnitude changes continuously and its direction changes periodically with respect to time. Magnitude continuous ആയിട്ട് ചേഞ്ച് ചെയ്യും ആൻഡ് ഡയറക്ഷൻ നിങ്ങൾക്ക് പീരിയോഡിക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയാ? AC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ സൈൻ വേവ് കൊണ്ടോ കൊസൈൻ കൊണ്ടോ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ സൈനും കൊസൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന പീരിയോഡിക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന വേറൊരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ അത്? വേവ്സ് അല്ലേ? 11th നിങ്ങൾ വേവ്സ് പഠിച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ് ഇവിടെയും. നമുക്ക് സൈൻ അല്ലെങ്കിൽ കൊസൈൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, then we can represent the alternating current AC. AC നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സപ്പോസ് കറണ്ട് I equal to can be represent I0 sin omega t. സൈൻ ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? I equal to I0 cos omega t. സൈൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ അല്ലെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ V is equal to V0 sin omega t or V equal to V0 cos omega t. അപ്പോൾ നമുക്ക് സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സൈൻ ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, കറണ്ടാണ് ടൈമിനനുസരിച്ച്. ടൈം കറണ്ട്. ഇത് മാക്സിമം വാല്യൂവിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? I0. അപ്പോൾ ഇതെന്തായിരിക്കും? മൈനസ് I0. അപ്പോൾ ടോട്ടൽ ടൈം പിന്നെ എത്രയായിരിക്കും? നമുക്ക് ഫുൾ ടൈമിൻ്റെ ടോട്ടൽ ടൈമിൻ്റെ ടൈം പീരിയഡ് ക്യാപിറ്റൽ ടി. അപ്പോൾ ഇത് കറക്റ്റ് എത്രയായിരിക്കും? ഇത് T/2. ഇതെന്തായിരിക്കും? T/4. ഫസ്റ്റ് ക്വാർട്ടർ ഇതെന്തായിരിക്കും? 3T/4. അപ്പോൾ ഫുൾ വേവ്, ഒരു ഫുൾ വേവിൻ്റെ ലെങ്ത്തിനെ നമ്മൾ എന്ത് പറയും? അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയും. ഫുൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനെ നമ്മൾ എന്ത് പറയും? ടൈം പീരിയഡ്. T എന്ന് പറയുന്നതാണ് ടൈം പീരിയഡ്. ഫുൾ സർക്കിൾ, ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? ടൈം പീരിയഡ്. ദെൻ ഹിയർ ദ ഒമേഗ. വാട്ട് ഡു യു മീൻ ദ ഒമേഗ? ഒമേഗ ഇസ് ദ angular frequency which is equal to 2 pi nu which is equal to 2 pi by t. 2 pi nu or 2 pi by t. What is the nu? Nu is the frequency. And the nu എന്ന് പറഞ്ഞാൽ 1/t. is ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും? The number of cycles completed in 1 second. Per സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സൈക്കിളിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്താ പറയുക? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു വേവിനെ, അതല്ല എങ്കിൽ നമുക്കൊരു ACയെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കോസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിൻ്റെ മാക്സിമം വാല്യൂവിനെ I0, മാക്സിമം വാല്യൂ നമ്മൾ എന്ത് പറയും? ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ I0 ആയിരിക്കും കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, V0 ആയിരിക്കും എന്തിൻ്റെ? പൊട്ടൻഷ്യലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. I0 is the maximum value which is known as amplitude. Omega is the angular frequency. Nu is the time. Nu എന്താണ്? ഫ്രീക്വൻസി 1/t. The number of cycles completed per second. Per സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സൈക്കിൾസിൻ്റെ എണ്ണമാണ് ഫ്രീക്വൻസി. ദെൻ ടോട്ടൽ ടൈം പീരിയഡ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ എന്ത് പറയും? ടൈം പീരിയഡ് എന്ന് പറയും. ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു? വാട്ട് ഇസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എത്ര എടുത്തു? I0 അല്ലേ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് I0. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാലോ? പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം
മാക്സിമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും I0. അതിനെയാണ് നമ്മൾ എന്ത് പറയാറ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാറുള്ളത്. ദെൻ പീക്ക് ടു പീക്ക് വാല്യൂ ഇസ് ദ 2I0. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് I0 ഇതും I0 മൈനസ് I0. പീക്ക് ടു പീക്ക് വാല്യൂ ഇസ് ദ 2I0. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും എസിയുടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 2I0. അത് പൊട്ടൻഷ്യൽ ആണെങ്കിൽ 2V0. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ACയെ റെപ്രസെൻറ്റ് ചെയ്യുക? സൈൻ കൊസൈൻ മാത്രമല്ല, അതല്ലാതെയും നമുക്ക് ACയെ റെപ്രസെൻറ്റ് ചെയ്യാം. ACയെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ച് പീരിയോഡിക്കലി വിത്ത് റെസ്പെക്ട് ടു ടൈം. പീരിയോഡിക്കലി ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ്, ദെൻ തേർഡ് ഹാഫ് സൈക്കിൾ എന്തായിരിക്കും? വീണ്ടും പോസിറ്റീവ്. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം വിത്ത് പീരിയോഡിക്കലി വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്ത് തന്നെ എടുക്കുന്ന? ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഈസ് അഗെയിൻ സൈൻ. ഇതിന് നമ്മൾ എന്ത് പറയും? സൈനസോയിഡൽ AC. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇവിടെ കറണ്ട് I വേഴ്സസ് T, പൊട്ടൻഷ്യൽ ആവുക കേട്ടോ. I വേഴ്സസ് T ഇസ് എ സൈനസോയിഡൽ വേവ്. അത് രണ്ടാമത്തെ വേറൊരു സാധനം കൂടിയുണ്ട്, സൈൻ അല്ലെങ്കിൽ കോസ് ആവട്ടോ. അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? സൈനസോയിഡൽ വേവ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ, ഇതും എന്ത് തന്നെയാണ്? പീരിയോഡിക്കലി. ദ ടോട്ടൽ ടൈം പീരിയഡ് ക്യാപിറ്റൽ T ഇസ് ദ T/2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ്, ദെൻ ഫസ്റ്റ് പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്. ഇവിടെയും ഫസ്റ്റ് പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്. ഇതിനെ നമ്മൾ സൈനസോയിഡൽ AC എന്ന് വിളിക്കുമെങ്കിൽ ഇതിനെന്താ നമ്മൾ പറയുക? സ്ക്വയർ വേവ്. എന്ത് പറയും? സ്ക്വയർ വേവ്. ഇവിടെയും മാക്സിമം വാല്യൂ I0, നെഗറ്റീവില് -I0. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ എന്ത് പറയുന്നതാണുള്ളത്? സ്ക്വയർ വേവ്. ഇനിയുണ്ട്. ഇനി നമുക്ക് വേറൊരു വേവിനെ കൂടി റെപ്രസെൻറ്റ് ചെയ്യും. What is this? Again I versus T graph. The capital T is the T/2. Again is the I0. ഇതിനെ നമ്മൾ എന്ത് പറയും? ട്രയാങ്കുലർ വേവ്. എന്ത് പറയും? ട്രയാങ്കുലർ വേവ്. സൈനസോയിഡൽ വേവ്, സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ്. അതും എന്ത് തന്നെയാണ്? AC തന്നെയാണ്. പീരിയോഡിക്കലായിട്ട് ടൈം ചേഞ്ച് ചെയ്യും, അല്ല പീരിയോഡിക്കലായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ മാക്സിമം വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ എഗെയിൻ ഒരു രീതിയിലും കൂടി റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിന് നമ്മളൊരു പേര് പറയും, സോ ടൂത്ത് വേവ്. എന്താ പറയുക? സോ ടൂത്ത് T/2 I0. ഇത് എന്താ പറയുന്നത്? സോ ടൂത്ത് വേവ്. ട്രയാങ്കിൾ വേവ് അല്ല, ഇവിടെ ജസ്റ്റ് താഴെ ഇങ്ങനെ സോ ടൂത്ത് വേവ്. അപ്പം ഇതെല്ലാം ACയുടെ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ? സൈനസോയിഡൽ വേവ് മാത്രമല്ല, ഇത് സ്ക്വയർ വേവ് AC ആണ്, ട്രയാങ്കിൾ വേവ് AC ആണ്, ഇത് സോ ടൂത്ത് വേവും AC ആണ്. ACയുടെ കണ്ടീഷൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, മാക്സിമം വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ആൻഡ് ഡയറക്ഷൻ ചേഞ്ച് പീരിയോഡിക്കലി. ഡയറക്ഷൻ പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. അത് AC ആണോ എന്നൊന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇത് AC ആണോ മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ചേഞ്ച് വരുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് AC. അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ഇത് എന്ത് തന്നെയാണ്? പൾസേറ്റിംഗ് DC ആണ്, സെയിം ഡയറക്ഷൻ ആണ്, പക്ഷേ മാക്സിമം സെല്ലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ? ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ DC ഇതായിരിക്കും. അതിന് നമ്മൾ സെല്ലിൽ നിന്ന് ഉണ്ടാവുന്നതിൻ്റെ DC ആണ് എങ്കിൽ ഇറ്റ്സ് എ പൾസേറ്റിംഗ് DC, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു DC ആണ്. ഇറ്റ്സ് നോട്ട് ആൻ AC. ഇത് AC അല്ല, AC അല്ല. ഇതോ? ഇത് AC ആണോ? ഇതും AC അല്ല. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇതും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇത് AC ആണോ? ഇതും AC അല്ല, അതും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ, ഇത് AC ആണോ?
ഇത് AC ആണോ? പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സൈൻ ആണോ, സൈൻ വേവ് അല്ലേ എന്ന് തോന്നും. പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്ത് ചേഞ്ച്? എങ്ങനെയല്ല? പീരിയോഡിക്കലി ആണോ? ടൈം പീരിയഡ് കോൺസ്റ്റന്റ് ആണോ? അല്ല. അപ്പം ഇതും AC അല്ല, അത് പീരിയോഡിക്കലി കൂടി ആയിരിക്കണം. അപ്പോൾ കണ്ടീഷൻ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അൾട്ടർനേറ്റ് ഹാഫ് സൈക്കിൾ ഈസ് പോസിറ്റീവ് ആൻഡ് ഹാഫ് സൈക്കിൾ ഈസ് നെഗറ്റീവ്. ഫസ്റ്റ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ആയിരിക്കും. ടൈം പീരിയഡ് കോൺസ്റ്റന്റ് ആയിട്ട് പീരിയോഡിക്കലി വേരി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AC അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഓർ ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, then the average or mean value. നമ്മൾ AC റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കി അല്ലേ? AC എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? സൈൻ അല്ലെങ്കിൽ കൊസൈൻ വേവ്. നമ്മൾ ബാക്കിയുള്ളതൊന്നും നോക്കുന്നില്ല, ഇവിടെ സൈൻ കൊസൈൻ വേവ്സിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സൈൻ നമ്മൾ ആദ്യം എടുത്തു I is equal to I0 സൈൻ ഒമേഗ ടി. നമുക്ക് ഇതിൻ്റെ V ആണെങ്കിലോ V0 സൈൻ ഒമേഗ ടി ആയിരിക്കും. ഇതിൻ്റെ ആവറേജ് വാല്യൂ എത്ര ആയിരിക്കും? ആവറേജ് മീൻ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ടി. ഇത് I വേഴ്സസ് ടി ഗ്രാഫിൽ IT ഗ്രാഫ് ഇസ് സൈനസോയിഡൽ വേവ് എന്ന് ഞാൻ എടുത്തു. ദെൻ അതിൻ്റെ ആവറേജ് വാല്യൂ കിട്ടണം. ദെൻ I ആവറേജ് ഇസ് ഈക്വൽ ടു എവിടെ മുതൽ എവിടെ വരെ ടോട്ടൽ കിട്ടണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to t എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to t I0 സൈൻ ഒമേഗ ടി dt divided by total time integral 0 to t dt. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ IT ഗ്രാഫ്, ഒരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി. അത്ര തന്നെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to t I0 സൈൻ ഒമേഗ ടി dt ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I0 ഞാൻ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to t സൈൻ ഒമേഗ ടി dt ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to t dt ടി എവിടെ മുതൽ എവിടെ വരെ? 0 to t സൈൻ ഒമേഗ ടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? മൈനസ് കോസ് ഒമേഗ ടി അല്ലേ? I0 മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എവിടെ മുതൽ എവിടെ വരെ? 0 to t ഡിവൈഡഡ് ബൈ ടി. ടി മൈനസ് 0 ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര കിട്ടും? മൈനസ് I0 ഡിവൈഡഡ് ബൈ ഒമേഗ കോസ് ഒമേഗ ടി. മൈനസ് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. കോസ് ഒമേഗ ടി മൈനസ് കോസ് 0. കോസ് ഒമേഗ ടി മൈനസ് കോസ് 0 മൈനസ് I0 ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു ടി ഉണ്ട് കേട്ടോ. ഒമേഗ ടി കോസ് ഒമേഗ ഈക്വൽ ടു 2π/t ഇൻറ്റു ടി മൈനസ് 1. ടി കട്ട് ചെയ്ത് പോയി. കോസ് 2π 1 മൈനസ് 1 0. വാല്യൂ എത്ര കിട്ടും? 0. അപ്പോൾ നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇത് സെയിം തന്നെയാണ്. സപ്പോസ് V ആണെങ്കിലോ? V ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക? V ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? V ആണെങ്കിൽ V0 സൈൻ ഒമേഗ ടി ആയിരിക്കും. എഗെയിൻ സെയിം തന്നെ ആയിരിക്കും. എഗെയിൻ പൊട്ടൻഷ്യൽ ആയാലും കറണ്ട് ആയാലും ഫുൾ സൈക്കിളിൽ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇവിടെ എത്ര ഏരിയ ഉണ്ടോ അത്രയും ഏരിയ ഇവിടെ ഉണ്ട്. ടോട്ടൽ ഏരിയ എത്രയായിരിക്കും? ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? 0 തന്നെ കിട്ടും. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് AC എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് പൊട്ടൻഷ്യൽ ആയാലും വേണ്ടില്ല, കറണ്ട് ആയാലും വേണ്ടില്ല. ആവറേജ് വാല്യൂ ഓഫ് an AC ഓൺ എ ഫുൾ സൈക്കിൾ, ഒരു ഫുൾ സൈക്കിൾ ആവറേജ് വാല്യൂ എത്രയായിരിക്കും? 0. ആവറേജ് വാല്യൂ ഫുൾ സൈക്കിൾ എത്രയായിരിക്കും? 0. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത് ഒരു ഫുൾ സൈക്കിളിലല്ല, ഹാഫ് സൈക്കിളിലാണെങ്കിൽ എത്രയായിരിക്കും? ഫുൾ സൈക്കിൾ അല്ല, ഹാഫ് സൈക്കിൾ. ഹാഫ് സൈക്കിൾ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത്രയും എടുക്കേണ്ട ആവശ്യമുണ്ടോ? T/2 വരെ. T വരെ വേണ്ട, T/2 വരെ. T എടുക്കുന്നില്ല, T/2 വരെ. എഗെയിൻ ഞാൻ കറണ്ട് തന്നെ എടുക്കുന്ന I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ദെൻ I ആവറേജ് ഏതിനെ എടുക്കുന്നത്? ഫുൾ സൈക്കിൾ ആണോ? ഹാഫ് സൈക്കിൾ. ഇൻ്റഗ്രൽ 0 to T/2 I0 സൈൻ ഒമേഗ ടി dt
ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to t അല്ല t/2 dt. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദെൻ I0 കോസ്റ്റ് മുന്നത്തെ പോലെ തന്നെ I0 മൈനസ് സൈൻ ഒമേഗ ടി എന്തായിരിക്കും കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എവിടെ മുതൽ എവിടെ വരെ 0 to t/2 ഡിവൈഡഡ് ബൈ t/2. ടി അല്ല വരിക t/2 ആണ്. ടി വരുമ്പോൾ 0 to t/2 t/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. മൈനസ് I0 ഇൻറ്റു ഈ 2 മുകളിലോട്ട് പോവും 2 ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു ടി എവിടെ മുതൽ എവിടെ വരെ കോസ് ഒമേഗ ടി കോസ് ഒമേഗ t/2 മൈനസ് കോസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയേ എത്ര കിട്ടും 2I0 ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു ടി ഇത് നെഗറ്റീവ് സൈൻ എത്ര കിട്ടും കോസ് ഒമേഗ ഒമേഗയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം കോസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ഇൻറ്റു t/2 മൈനസ് കോസ് 0 1 ടി കട്ട് ചെയ്തു 2 കട്ട് ചെയ്തു കോസ് പൈ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് 2I0 ഡിവൈഡഡ് ബൈ ഒമേഗ ഈക്വൽ ടു 2π/t ഇൻറ്റു ടി കോസ് മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ടി കട്ട് ചെയ്ത് പോയി. ദെൻ 2 കട്ട് ചെയ്ത് പോയി. ബാക്കി എത്ര കിട്ടും നെഗറ്റീവ് പോസിറ്റീവായി 2I0 ഡിവൈഡഡ് ബൈ പൈ 2I0 ഡിവൈഡഡ് ബൈ പൈ. ദ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആവറേജ് എത്രയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവറേജ് എത്രയാണ് 2I0 ഡിവൈഡഡ് ബൈ പൈ. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എത്രയായിരിക്കും ഇവിടെ എത്രയായിരിക്കും മൈനസ് 2I0 ഡിവൈഡഡ് ബൈ പൈ അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിള് പ്ലസ് 2I0 ഡിവൈഡഡ് ബൈ പൈ ആണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിള് എന്തായിരിക്കും മൈനസ് 2I0 ഡിവൈഡഡ് ബൈ പൈ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നെറ്റ് ആവറേജ് എത്രയായിരിക്കും 0. ഓക്കെ അല്ലേ. അപ്പോൾ ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഏതൊരു എ സി എടുത്താൽ അത് റെക്റ്റാങ്കിൾ ആവാം അല്ലെങ്കിൽ സ്ക്വയർ വേവ് ആവാം അതല്ലെങ്കിൽ ട്രയാങ്കിൾ വേവ് ആവാം സോ ടൂത്ത് വേവ് ആവാം എല്ലായിടത്തും എന്ത് 0 ആയിരിക്കും ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും ഓൺ എ ഫുൾ സൈക്കിൾ. ബട്ട് ഹാഫ് സൈക്കിളിൽ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് ഇതാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മൾ പറയുകയാണ് ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ വേറെ 2-3 വേവ് ഒക്കെ സ്ക്വയർ വേവ് ഇതിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ് ഫുൾ സൈക്കിൾ 0. ഞാൻ ചോദിക്കുന്നത് t/2 അതിൻ്റെ ആവറേജ് വാല്യൂ എത്രയായിരിക്കും മാക്സിമം വാല്യൂ എത്രയായിരിക്കും I0 ഇസ് t/2 അപ്പോൾ എത്രയായിരിക്കും I ആവറേജ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഏരിയ ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. ഏരിയ ഡിവൈഡഡ് ബൈ ടൈം ഇത്രയും ഭാഗത്ത് ഏരിയ എത്രയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്തായിരിക്കും t/2 ഇൻറ്റു I0 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം t/2 കട്ട് ചെയ്തു. ആവറേജ് വാല്യൂ നമ്മൾ ആവറേജ് വാല്യൂ ഏതിലെ കേസിൽ സൈൻ കൊസൈൻ ആണെങ്കിൽ സൈനസോയുടെ വേവ് ആണെങ്കിൽ 2I0 ഡിവൈഡഡ് ബൈ പൈ ആണെങ്കിൽ ഇവിടുത്തെ ആവറേജ് വാല്യൂ എത്രയാണ് I0. ഇനി നമ്മൾ പറയുന്നത് സപ്പോസ് ട്രയാങ്കിൾ വേവ് ആണെങ്കിലോ മാക്സിമം വാല്യൂ I0 പകുതി ഹാഫ് സൈക്കിളിൻ്റെ പകുതി t0 എത്രയായിരിക്കും I ആവറേജ് ഈക്വൽ ടു ഏരിയ ഹാഫ് ഇൻറ്റു ലെങ്ത് എത്രയാണ് t/2 ഇൻറ്റു ഹൈറ്റ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എത്രയാണ് I0 ഡിവൈഡഡ് ബൈ t/2 ടോട്ടൽ ടൈം t/2 കട്ട് ചെയ്ത് പോയി എത്ര കിട്ടും I0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ വേവ് ആണെങ്കിൽ ആവറേജ് വാല്യൂ എത്രയായിരിക്കും ഫുൾ സൈക്കിൾ 0 തന്നെ ഫുൾ സൈക്കിൾ ഡൗട്ട് ഒന്നുമില്ല. ഹാഫ് സൈക്കിൾ ട്രയാങ്കിൾ വേവ് എത്രയായിരിക്കും I0/2. അതായത് സ്ക്വയർ വേവ് ആണെങ്കിലോ I0. ഇനി സോ ടൂത്ത് വേവ് ആണെങ്കിലോ വാട്ട് അബൌട്ട് ദ സോ ടൂത്ത് വേവ് അത് ട്രയാങ്കിൾ വേവ് പോലെ കണ്ടാൽ നമുക്ക് ട്രയാങ്കിൾ വേവ് പോലെ തോന്നും അല്ലേ. അപ്പോൾ കറക്റ്റ് പകുതി t/2 മാക്സിമം വാല്യൂ I0. വീണ്ടും നമുക്ക് സെയിം തന്നെ എത്ര കിട്ടും I ആവറേജ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി t/2 എച്ച് I0 ഡിവൈഡഡ് ബൈ അഗെയിൻ t/2 എത്ര കിട്ടും I0 ഡിവൈഡഡ് ബൈ 2.
അപ്പോൾ സോ ടൂത്ത് വേവിനായാലും ട്രയാങ്കിൾ വേവിനായാലും ആവറേജ് വാല്യൂ എത്ര തന്നെയായിരിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ I0/2, നെഗറ്റീവ് ഹാഫ് സൈക്കിളോ -I0/2. അത് സ്ക്വയർ വേവ് ആണെങ്കിലോ +I0 പോസിറ്റീവില്, നെഗറ്റീവില് -I0. ഇതിൻ്റെ ഫുൾ വേവ് സൈക്കിൾ ഫുൾ സൈക്കിൾ ആണെങ്കിലോ എത്രയായിരിക്കും? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എല്ലാ ACയിലും ആവറേജ് വാല്യൂ എത്രയായിരിക്കും? ഫോർ എ ഫുൾ സൈക്കിൾ ഇസ് 0. Is it clear? Then next one is the maximum value. Maximum value എത്രയായിരിക്കും വരിക? ഓക്കെ, മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? സെ പീക്ക് അല്ലേ? പീക്കിന് നമ്മൾ എന്താ പറയുക? ആംപ്ലിറ്റ്യൂഡ്. സപ്പോസ് കറണ്ട് I = നമുക്ക് കിട്ടിയത് I0 sin ωt. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സപ്പോസ് I = I0 sin ωt പ്ലസ് I0 cos ωt. ഇതും ഒരു AC തന്നെയാണ്. സപ്പോസ് I = I1 sin ωt പ്ലസ് I2 cos ωt. ഇങ്ങനെയാണെങ്കിലോ then I = again I0 sin ωt cos ωt. ഇങ്ങനെയാണെങ്കിലോ ഈ കേസിലൊക്കെ നമ്മളെ മാക്സിമം വാല്യൂസ് നമുക്ക് എന്തായിരിക്കും വരിക? ഇവിടെ നിങ്ങൾക്ക് മാക്സിമം വാല്യൂ വേഗം കിട്ടും. I മാക്സിമം ഫസ്റ്റ് കേസിൽ I മാക്സിമം എത്രയാണ്? I0 അല്ലേ? അതിൽ ഡൗട്ടൊന്നുമില്ല. ദെൻ സെക്കൻഡ് കേസിൽ എത്രയായിരിക്കും? ഒന്ന് സൈൻ ആണ്, ഒന്ന് കോസ് ആണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതണം? നമുക്ക് പാരലോഗ്രാമിലോ നമ്മൾ വേവ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദെൻ I = നമുക്ക് എങ്ങനെ എഴുതാം? I0 sin ωt പ്ലസ് കോസ് ωt നമുക്ക് എങ്ങനെ എഴുതാം? sin ωt പ്ലസ് π/2. I0 sin ωt പ്ലസ് π/2. അപ്പം നമുക്ക് എന്ത് കിട്ടും? മാക്സിമ I മാക്സിമ = √I0² പ്ലസ് I0² പ്ലസ് 2A² പ്ലസ് B² പ്ലസ് 2AB I0 × I0² cos π/2. cos π/2 0. ദെൻ എത്ര കിട്ടും? √2 ടൈംസ് I0. മാക്സിമം വാല്യൂ എത്രയായിരിക്കും? √2 ടൈംസ് I0. ഫ്രീക്വൻസി സെയിം തന്നെ. ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയായിരിക്കും? ഇവിടുത്തെ ഒമേഗ തന്നെ, ഇവിടുത്തെ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ തന്നെ. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വാല്യൂ വേരി ചെയ്യും. ദെൻ നെക്സ്റ്റ് കേസ് ഒന്ന് I1 ആണ്, I2 ആണ്, ദെൻ കോസ് തന്നെ. അപ്പോൾ I മാക്സിമം എത്രയായിരിക്കും? I മാക്സിമ = √I1² പ്ലസ് I2² പ്ലസ് 2 × I1 I2 കോസ് വീണ്ടും 90 തന്നെ വരും. ഇവിടെ എന്താണ്? കോസ് ആയതുകൊണ്ട്, ഇവിടെയും കോസ് ആയതുകൊണ്ട് ഫേസ് ഡിഫറൻസ് എത്ര തന്നെ ആയിരിക്കും? π/2 തന്നെ ആയിരിക്കും. അപ്പോൾ എഗെയിൻ നമുക്ക് എത്ര കിട്ടും? √I1² പ്ലസ് I2². ദെൻ നെക്സ്റ്റ് ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? sin ωt cos ωt അതും ഈസി തന്നെയാണ്. നമുക്ക് അതിനെ മുകളിലും താഴെയും ഞാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? I0/2 2 sin ωt cos ωt. 2 sin ωt cos ωt 2 sin θ cos θ sin 2θ. എത്ര കിട്ടും? I0/2 sin 2ωt. 2ωt. ഇതിന് ഫ്രീക്വൻസി എത്ര ടൈംസ് ആയി? 2 ടൈംസ്. ഫ്രീക്വൻസി 2 ടൈംസ് ആയി. ആൻഡ് മാക്സിമം വാല്യൂ I മാക്സിമ എത്ര കിട്ടും? I0 അല്ല, പകരം എത്രയാണ്? I0/2. മാക്സിമം വാല്യൂ I0/2. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പീക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. പീക്ക് ടു പീക്ക് ആണെങ്കിൽ 2 ടൈംസ് I0 ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? I മാക്സിമിൻ്റെ 2 ടൈംസ് ആയിരിക്കും പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പീക്ക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? പാരലോഗ്രാം ലോ യൂസ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന സമയത്തെല്ലാം, അതായത് നമ്മൾ AC ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫുൾ സൈക്കിളിൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ACയുടെ വാല്യൂ കറണ്ടും പൊട്ടൻഷ്യലൊക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ആവറേജ് വാല്യൂ എത്രയായിരിക്കും? 0. അപ്പോൾ കറണ്ട് 0 പൊട്ടൻഷ്യൽ 0 എന്നാണോ മെഷർ ചെയ്യുക? അല്ല, അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആവറേജ് വാല്യൂ അല്ല, പകരം ഒരു പുതിയ വാല്യൂ ആണ്. നമ്മൾ എന്താ പറയും? RMS വാല്യൂ ഓർ വെർച്വൽ വാല്യൂ അല്ലെങ്കിൽ അപ്പാരൻറ്റ് വാല്യൂ. രണ്ടും എല്ലാം ഒന്ന് തന്നെ. അപ്പാരൻറ്റ് വാല്യൂ, വെർച്വൽ വാല്യൂ, അതല്ലെങ്കിൽ
RMS value, RMS, root mean square. റൂട്ട് മീൻ സ്ക്വയർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. ഫസ്റ്റ് സ്ക്വയർ ചെയ്യും, എന്നിട്ട് മീൻ എടുക്കും, എന്നിട്ട് റൂട്ട് എടുക്കും. പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ. ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് സ്ക്വയർ ചെയ്യും, ദെൻ മീൻ കണ്ടുപിടിക്കും, ആവറേജ് എടുക്കും, ദെൻ റൂട്ട് എടുക്കും. എന്താ ഈ RMS വാല്യൂ എന്ന് പറയുന്നത്? The RMS value is the amount of DC which produce the same heat. That is the corresponding to the AC passes through the same resistance for the same time. AC produce ചെയ്യുന്ന എത്ര ഹീറ്റ് ആണോ അത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു റെസിസ്റ്റൻസ് വയറിലൂടെ ഒരു ഐ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജൂൾ ഹീറ്റിംഗ് എഫക്റ്റ് I² × RT. അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും എമൗണ്ട് ഹീറ്റ് എത്ര എമൗണ്ട് DC കടത്തി വിട്ടാലാണോ ഉണ്ടാവുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RMS value. Then the RMS value is the value of DC which would produce the same heat in a given resistor in a given time as done by the alternating current AC when passed through the same resistance for the same time. ഓക്കെ, അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് സെയിം ആവണമെങ്കിൽ എത്ര AC ആണോ കടത്തി വിട്ടാലാണോ സെയിം ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുക അതിൻ്റെ എമൗണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DC വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RMS വാല്യൂ. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ. അപ്പോൾ ആദ്യം എന്ത് പറഞ്ഞു? സ്ക്വയർ ചെയ്യണം. ഫസ്റ്റ് സ്ക്വയർ ചെയ്യും, ദെൻ മീൻ കണ്ടുപിടിക്കും, ദെൻ റൂട്ട് എടുക്കും. അപ്പോൾ നമുക്ക് RMS വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. സപ്പോസ് കറണ്ട് ഐയിലാണ് കണ്ടുപിടിക്കുന്നത്. I = I0 sin omega t. I = I0 sin omega t. അപ്പോൾ നമ്മൾ ഫുൾ സൈക്കിളിലാണ് നമ്മൾ RMS വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ഫുൾ സൈക്കിളിൽ RMS വാല്യൂ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. എന്താണ്? I² എന്ന് പറഞ്ഞാൽ ഇടും I0² sin square omega t. ആദ്യം സ്ക്വയർ ചെയ്തു. ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സ്ക്വയർ ചെയ്താൽ പോരാ, ഇനി മീൻ എടുക്കണം. സെക്കൻഡ്. രണ്ടാമത് നമ്മൾ എന്തെടുക്കും? മീൻ. എങ്ങനെയായിരിക്കും? ഇൻ്റഗ്രൽ 0 to t I² ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to t dt I² dt. ഓക്കെ അല്ലേ? ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ റൂട്ട് എടുക്കണം. ആദ്യം ചെയ്തു, സ്ക്വയർ ചെയ്തു, ദെൻ മീൻ എടുത്തു, ദെൻ വി ക്യാൻ ടേക്ക് ദ റൂട്ട് വാല്യൂ. റൂട്ട് ഓഫ് എന്തായിരിക്കും? ഇൻ്റഗ്രൽ 0 to t I² ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to t dt. ചെയ്തു നോക്കാം. എത്ര കിട്ടും നമുക്ക്? RMS = റൂട്ട് ഓഫ് എത്രയായിരിക്കും? റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ 0 to t I² sin square omega t dt divided by integral 0 to t dt. Substitute ചെയ്യാം. = root of I0² കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ sin square omega t dt 0 to t ഇൻ്റഗ്രൽ 0 to t dt. ഓക്കെ അല്ലേ? ഇൻ്റഗ്രൽ sin square omega t എങ്ങനെയാണ് ചെയ്യുക? sin square omega t ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കും? cos 2 തീറ്റയുടെ വാല്യൂ അറിയാം അല്ലേ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ? cos 2 തീറ്റ = 1 - 2 sin square തീറ്റ. ദെൻ sin square തീറ്റ = എന്ത് കിട്ടും? sin square തീറ്റ = sin square theta is equal to 1 - cos 2 theta divided by 2. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ അത് നമുക്ക് ആദ്യം ഇൻ്റഗ്രൽ മാത്രം ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ 0 to t sin square omega t dt equal to integral 0 to t sin square omega t 1 - cos 2 omega t divided by 2 dt. Then half നമുക്ക് കോമൺ ആക്കി എടുക്കാം. ഹാഫ് ഇൻറ്റു എത്ര കിട്ടും? ഹാഫ് എടുത്തു 1 - 1 dt t minus cos 2 omega t sin 2 omega t divided by
2 ഒമേഗ 0 to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0 to t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 0 to t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എത്ര കിട്ടും നമുക്ക് ആൻസർ എത്ര കിട്ടും ഹാഫിന് വാല്യൂ ഒക്കെ കൊടുത്തു ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി മൈനസ് സൈൻ 2 ഒമേഗ ടി വേണമെങ്കിൽ രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടും കൊടുക്കാം കേട്ടോ സൈൻ 2 ഒമേഗ 2 ഇൻറ്റു 2 പൈ ബൈ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ മൈനസ് plus 0 minus sin 2 into 2 pi by t into 0 divided by 2 omega. Substitute here half into t sin t cut idu 4 pi sin 4 pi 0 sin 0 sin 0 0 sin 4 pi is again 0 then t minus 0 the value t by 2 sin ഇതിന്റെ വാല്യൂ എത്ര കിട്ടും t by 2 വാല്യൂ കിട്ടി t by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കൂടെ 0 to t യുടെ വാല്യൂ എത്രയായിരിക്കും നമുക്ക് എന്ത് കിട്ടി t by 2 അപ്പോൾ നമുക്ക് വീണ്ടും ഫസ്റ്റത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം എവിടെ വരെ കിട്ടി നമുക്ക് എവിടെ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ് IRMS ഈക്വൽ ടു IRMS എത്രയായിരുന്നു റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ 0 to t I0 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി ഡിവൈഡഡ് ബൈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം I0 സ്ക്വയർ കോമൺ ആക്കി കൊടുത്തിട്ട് എന്നാൽ ബാക്കിയുള്ളതിൻ്റെ വാല്യൂ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൂട്ട് ഓഫ് I0 സ്ക്വയർ integral sin square dt കിട്ടി എത്ര കിട്ടും t by 2 divided by t കട്ട് ചെയ്ത് പോയി ബാക്കി എത്ര കിട്ടും റൂട്ട് ഓഫ് I0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 I0 സ്ക്വയറിൻ്റെ റൂട്ട് എത്ര കിട്ടും I0 ഡിവൈഡഡ് ബൈ റൂട്ട് 2 IRMSൻ്റെ വാല്യൂ കിട്ടി I0 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഈ മാത്സ് അറിയാത്തതുകൊണ്ട് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചില കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാലും മതി നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് ഫുള്ളായിട്ട് അറിയില്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഏതിനെങ്കിലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആവറേജ് എന്നാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത് ആവറേജ് ഓഫ് സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി നിങ്ങൾക്ക് ഇവിടെ ഒമേഗ ടി അല്ലേ വരിക സൈൻ ഒമേഗ ടിയുടെ ആവറേജ് എന്ന് പറയുന്നു ആവറേജ് ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നു ആവറേജ് ഓഫ് സൈൻ 2 ഒമേഗ ടി എന്ന് പറയുന്നതും എത്ര കിട്ടും 0 സൈൻ വേവിൻ്റെ ടോട്ടൽ ആവറേജ് ഫുൾ സൈക്കിൾ എത്ര തന്നെയായിരിക്കും 0 തന്നെയായിരിക്കും ദെൻ ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നു ആവറേജ് ഓഫ് കോസ് സ്ക്വയർ ഒമേഗ ടി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് കിട്ടും ഹാഫ് ആയിരിക്കും കിട്ടും എത്ര കിട്ടും ഹാഫ് ആയിരിക്കും കിട്ടുക ഇതൊന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഹാഫ് അറിയാമെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുത്താൽ മതി t by 2 സൈൻ സ്ക്വയർ ടി കോമൺ എടുക്കാം t by 2 അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ വാല്യൂ എത്ര കിട്ടും t by 2 അറിയാമെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി ഓക്കെ അല്ലേ അപ്പോൾ ഫുൾ സ്റ്റെപ്പ് എഴുതണം അയ്യോ ഇൻ്റഗ്രേഷൻ അറിയില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടി IRMSൻ്റെ വാല്യൂ അപ്പോൾ നമ്മൾ ആവറേജ് വാല്യൂ അല്ല കണ്ടുപിടിക്കുന്നത് ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത് RMS വാല്യൂ ആണ് ദെൻ വാട്ട് ഈസ് ദ വാല്യൂ IRMS ഈക്വൽ ടു I0 peak value അല്ലെങ്കിൽ maximum value divided by root 2 അപ്പോൾ similarly VRMS എത്രയായിരിക്കും V0 divided by IRMS is equal to I0 divided by root 2 VRMS is equal to V0 divided by root 2 ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ബൾബൊക്കെ വർക്ക് ചെയ്യുന്നത് AC കൊടുത്താലും നമ്മളെ വീട്ടിൽ വരുന്നത് എന്താണ് AC ആണ് DC അല്ലല്ലോ 50 ഹെർട്സ് നമ്മളെ വീട്ടിൽ വരുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് 50 ഹെർട്സ് അത് വെച്ചിട്ട് കറണ്ട് അത് ഗ്ലോ ചെയ്യാതിരിക്കുന്നുണ്ടോ ഓൺ ഓഫ് ആയിട്ടാണോ നമുക്ക് തോന്നുക അല്ല അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് DC കൊടുത്താൽ എങ്ങനെയാണോ അത് ഗ്ലോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ AC കൊടുത്താലും ഗ്ലോ ചെയ്യുന്നുണ്ട് അത് എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് RMS വാല്യൂ ആണ് നമ്മൾ AC യിൽ എടുക്കുന്നത് IRMS 0 അല്ല ആവറേജ് ആണ് ഫുൾ സൈക്കിളിലെ ആവറേജ് വാല്യൂ AC യിൽ എന്തായിരിക്കും 0 ആയിരിക്കും പക്ഷേ RMS വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു I മാക്സിമ ഡിവൈഡഡ് ബൈ റൂട്ട് 2 ക്ലിയർ അല്ലേ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം